ഫസ്റ്റ് ഓഫ് ഓൾ ഗ്രീറ്റിംഗ്സ് ഫ്രോം സീൽ അക്കാഡമി. എൻ്റെ പേര് അൻഫിൽ തോമസ്. ഞാൻ സീൽ അക്കാഡമിയുടെ ഫൗണ്ടർ ആൻഡ് CEO ആണ്. ഓക്കെ, സോ ഇപ്പോൾ റീസെൻറ്റ് ചേഞ്ചസിനെ കുറിച്ചൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഓസ്ട്രേലിയ ഫാർമസിസ്റ്റ് രജിസ്ട്രേഷൻ എക്സാം ഇത്രയും നാളെ ക്യാപ്സ് എക്സാം ആയിരുന്നു. അത് മാറി ഓപ്ര എന്ന് പറയുന്ന പുതിയൊരു എക്സാമിലേക്ക് മാറി. എക്സാമിൻ്റെ ടൈമിങ്സ് ചേഞ്ച് ചെയ്തു. 2 സെക്ഷനായിട്ട് നടന്ന എക്സാം ഇപ്പോൾ ഒറ്റ സെക്ഷനാക്കി. 200 ക്വസ്റ്റ്യൻസ് ഇനി ആൻസർ ചെയ്യേണ്ട, 120 ക്വസ്റ്റ്യൻസ് മാത്രം ആൻസർ ചെയ്താൽ മതി. ഇതൊക്കെയാണ് റീസെൻറ്റ് ചേഞ്ചസ് ഓസ്ട്രേലിയ അല്ലെങ്കിൽ ന്യൂസിലാൻഡ് ഫാർമസിസ്റ്റ് ആകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ബട്ട് ഞാനിവിടെ വന്നിരിക്കുന്നത് അതിനെക്കുറിച്ച് പറയാനായിട്ടല്ല. ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ഓസ്ട്രേലിയ ന്യൂസിലൻഡിൻ്റെ കമ്പാരിസണിനെ കുറിച്ച് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഇപ്പം ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ന്യൂസിലൻഡിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എല്ലാവർക്കും ന്യൂസിലൻഡിലേക്ക് പോകാം, ന്യൂസിലൻഡിൽ ഒരുപാട് പേരെ അക്കോമഡേറ്റ് ചെയ്യാം എന്നൊക്കെ ഒരുപാട് സ്ഥലത്ത് നമ്മൾ കണ്ടു, ഒരുപാട് റീൽസ് കണ്ടു, പല സ്ഥലത്തും നമ്മൾ കണ്ടു. നമ്മുടെ അടുത്ത് വരുന്ന എൻക്വയറീസ് ആണെങ്കിലും എല്ലാവരും നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് ന്യൂസിലൻഡിലേക്ക് എങ്ങനെ എത്താം എന്നതിനെക്കുറിച്ചാണ്. ന്യൂസിലൻഡിലേക്ക് പോകുന്ന കുട്ടികളുണ്ട്. ഇവിടെ പഠിച്ച കുട്ടികൾ ഒരു 10-20ഓളം കുട്ടികൾ എനിക്ക് തോന്നുന്നു ന്യൂസിലൻഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവരാരും പോയിരിക്കുന്ന ഒരു സ്പോൺസർഷിപ്പ് വിസയിലോ ഒന്നുമല്ല. ഇവർ ഒന്നെങ്കിൽ ഓൾറെഡി അവിടെ സ്റ്റുഡൻറ്റ് വിസ എടുത്ത് പോയി അവിടെ സെറ്റിലായവരായിരിക്കും, അല്ലെങ്കിൽ സ്പോർട്സ് വിസയിലേക്ക് ന്യൂസിലൻഡിൽ എത്തിയവരായിരിക്കും. അല്ലാതെ നമുക്ക് ഇവിടുന്ന് സ്പോൺസർഷിപ്പ് വിസയിലോ ഒരു ഇൻറ്റേൺഷിപ്പ് പ്ലേസ്മെൻ്റ് ആയിട്ടോ ന്യൂസിലൻഡിലേക്ക് പോയ ആരെയും തന്നെ ഈ ഒരു 5-6 ഇയേഴ്സ് എൻ്റെ മൈഗ്രേഷൻ അല്ലെങ്കിൽ ഈ ഒരു എക്സ്പീരിയൻസിലോ ഈ ടീച്ചിങ് എക്സ്പീരിയൻസിലോ ഞാൻ ആരെയും തന്നെ കണ്ടിട്ടില്ല. നമ്മൾ കൂടുതലും മൈഗ്രേഷൻ അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് വിസയിലോ 407 അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് വിസയിലോ ഒരു PR മൈഗ്രേഷനോ ഒക്കെ പോകുന്നത് കൂടുതലും ഓസ്ട്രേലിയയിലേക്ക് തന്നെയാണ്. സോ അതിന് മുമ്പ് ഒരുപാട് ആളുകൾ വന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കൺട്രിയിലേക്ക് നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുകയാണ്. സോ നമുക്ക് ഒരുപാട് മൈഗ്രേഷനൊന്നും നമ്മുടെ ലൈഫ് ടൈമിൽ പോസിബിൾ അല്ല. നമ്മൾ പുതിയതായിട്ടൊരു സ്ഥലത്ത് ചെന്ന് അവിടെ സെറ്റിലാണെങ്കിൽ തന്നെ നമുക്കൊരു 4-5 ഇയേഴ്സ് ഏറ്റവും മിനിമം എടുക്കും. അതിനുശേഷമായിരിക്കും നമ്മൾ പൈസയൊക്കെ സമ്പാദിച്ചു തുടങ്ങുക. അപ്പോൾ നമുക്ക് സമ്പാദിച്ചു തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മിനിമം 5 ഇയേഴ്സ്. കാരണം നമ്മളൊരു ഫാർമസിസ്റ്റായി നമ്മളൊന്ന് സെറ്റിലാകുന്ന ഒരു ഏജ് എത്തുമ്പോൾ തന്നെ അറൗണ്ട് 30 ആവും. ആ 30 കഴിഞ്ഞ് നമ്മൾ എങ്ങനെയെങ്കിലും ഓസ്ട്രേലിയയിൽ അല്ലെങ്കിൽ ന്യൂസിലൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടു. അവിടെ ഒരു 5 ഇയർ വർക്ക് ചെയ്ത് വീണ്ടും നമ്മുടെ ഏജ് 35 ആയി. നമ്മുടെ ഫാമിലി നോക്കണം, ബാക്കി കാര്യങ്ങൾ നോക്കണം. അപ്പോൾ ഇങ്ങനെ മൈഗ്രേഷൻ എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. സോ മാക്സിമം നമ്മുടെ ലൈഫ് ടൈമിൽ നമുക്ക് 2 സ്ഥലത്തേക്ക് കൂടുതലൊന്നും അത്ര ഈസി ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഗവൺമെൻറ് ജോബോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ട് നമ്മളിങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുന്നവരായിരിക്കണം. ഈ IFSകാർ മൈഗ്രേറ്റ് ചെയ്യുന്ന പോലെയൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്നവരായിരിക്കണം. അല്ലാതെ നമുക്കൊരു PR എടുത്തോ ഒരു രജിസ്ട്രേഷൻ എടുത്തോ അല്ലെങ്കിൽ ഒരു ഫാർമസിസ്റ്റ് പാത്വേയിലോ ഒന്നും ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നമുക്ക് മൈഗ്രേറ്റ് ചെയ്യുക എന്നുള്ളത് അത്ര ഈസി ആയിരിക്കില്ല. പിന്നെ ഇപ്പം നമ്മൾ പറയുന്നത് ഒരു ഓസ്ട്രേലിയ ന്യൂസിലൻഡ് കമ്പാരിസണാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ ന്യൂസിലൻഡ് എന്ന് പറഞ്ഞാൽ 2 ഐലൻഡുകളാണ്. സദേൺ ഹെമിസ്ഫിയറിലുള്ള 2 ഡെവലപ്ഡ് ഐലൻഡ്സ് ആണത് ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലൻഡ് എന്ന് പറയുക. ജിയോഗ്രഫിക്കലി ആണെങ്കിലും എക്കണോമിക്കലി ആണെങ്കിലും ഒരുപാട് ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണത്. ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ഒക്കെ ആണെങ്കിലും ഒരുപാട് ഫാസ്റ്റായിട്ട് പോകുന്ന 2 കൺട്രീസാണ് ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലൻഡ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ന്യൂസിലൻഡിൻ്റെ ഒരു ലാൻഡ് ഏരിയ അല്ലെങ്കിൽ ഓസ്ട്രേലിയയുടെ ലാൻഡ് ഏരിയ വെച്ചുള്ള ഒരു കമ്പാരിസൺ നമുക്ക് നോക്കാം. അറൗണ്ട് 77 lakh സ്ക്വയർ കിലോമീറ്ററാണ് ഓസ്ട്രേലിയയുടെ ലാൻഡ് ഏരിയ എന്ന് പറയുന്നത്. വേൾഡ് 6th ലാർജസ്റ്റ് ലാൻഡാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ന്യൂസിലൻഡാണ്. ന്യൂസിലൻഡിൻ്റെ ലാൻഡ് ഏരിയ എന്ന് പറയുന്നത് 2.6 lakhs കിലോമീറ്റേഴ്സ് മാത്രമാണ് ഉള്ളത്. അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണ് ന്യൂസിലൻഡ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. സോ നമ്മൾ എന്തിനാണ് ഈ ലാൻഡ് ഏരിയ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് ഏരിയ കൂടുന്നതിനനുസരിച്ചിട്ടാണ് അവിടെയുള്ള ഡെവലപ്മെൻറ്റും അവിടുത്തെ പോപ്പുലേഷനും എല്ലാ കാര്യങ്ങളും കൂടുക. ഈവൻ പോപ്പുലേഷൻ്റെ കാര്യം പറഞ്ഞാൽ പോലും നമുക്കൊരു 26 മില്യനാണ് ഓസ്ട്രേലിയയുടെ പോപ്പുലേഷൻ എന്ന് പറയുക. ന്യൂസിലൻഡിലേക്ക് വരുമ്പോൾ അത് എത്രയാണ് 5.2 മില്യൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 26ഉം 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1/5 മാത്രമാണ് ഓസ്ട്രേലിയ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ന്യൂസിലൻഡിൻ്റെ പോപ്പുലേഷൻ. ഈവൻ GDP നോക്കിയാൽ പോലും ഏകദേശം 1.72 ട്രില്യനാണ് ഓസ്ട്രേലിയയുടെ GDP. ആ സമയത്ത് നോക്കുമ്പോൾ 253 ബില്യൺ മാത്രമാണ് ന്യൂസിലൻഡിൻ്റെ GDP വരിക. ഈ GDPയെക്കുറിച്ചും ഈ ഈ പോപ്പുലേഷനെ കുറിച്ച് നമ്മൾ എന്തിനാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഹെൽത്ത് കെയർ സിസ്റ്റം ആണെങ്കിലും എല്ലാത്തിൻ്റെയും ഡെവലപ്മെൻറ്റ് അവിടുത്തെ പോപ്പുലേഷനെ ബേസ് ചെയ്തായിരിക്കും. ഇപ്പോൾ പോപ്പുലേഷൻ കൂടുന്നൊരു സമയമാണെങ്കിൽ അവിടെ ഡെവലപ്മെൻറ്റുകൾ കൂടുതലായിരിക്കും. പിന്നെ നിങ്ങളെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ലോങ് ടേം സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ കൺട്രി ഡെവലപ്പായി ആ കൺട്രിക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ആ കൺട്രിക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അവിടെ ചെന്നതിന് ശേഷം ആ കൺട്രി ഡെവലപ്പ് ആകുന്നതിനനുസരിച്ച് നമ്മളവിടെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഇനിയിപ്പം മെയിനായിട്ട് വരുന്നതാണ്. ഇനി നെക്സ്റ്റ് നമുക്കുള്ളത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ആണ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് റാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺട്രിയുടെ ഡെവലപ്മെൻറ്റ് എങ്ങനെ എത്രത്തോളം ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ അത് ഓസ്ട്രേലിയയുടെ കേസിൽ വരുമ്പോൾ ഓസ്ട്രേലിയയുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് റാങ്ക് 10th ന്യൂസിലൻഡ് വരുമ്പോൾ 16th. ഈ 2 കൺട്രിയും ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ബട്ട്
ഓസ്ട്രേലിയ വളരെ ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു, ന്യൂസിലൻഡും ഫാസ്റ്റായിട്ട് തന്നെയാണ് ഡെവലപ്മെൻറ്റ്. ഇനി നെക്സ്റ്റ് നമുക്ക് ഫാർമസിസ്റ്റിൻ്റെ കാര്യങ്ങളിലേക്ക് പോകും. സോ ഫാർമസിസ്റ്റ് പാത്വേ ആണെങ്കിൽ നോർമലി ഓസ്ട്രേലിയയുടെ പാത്വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് വിത്ത് ഓർ വിത്തൗട്ട് എക്സ്പീരിയൻസ് ഇപ്പോഴത്തെ പുതിയ സ്റ്റേജ് അനുസരിച്ചാണെങ്കിൽ ഓപ്പറ എക്സാം എഴുതാം. ഓപ്പറ എക്സാം എഴുതിയതിന് ശേഷം ഒരു ഇംഗ്ലീഷ് ടെസ്റ്റ്, അത് PTO IELTS OET ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ടെസ്റ്റിന് ആ ഒരു ബേസിക് സ്കോർ, IELTS 7 ബാൻഡിന് ഈക്വലൻ്റ് ആയിട്ടുള്ള PT 65 ഓർ OET BO കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആപ്ര രജിസ്ട്രേഷൻ ചെയ്യാം. അതിനുശേഷം ഒരു മൈഗ്രേഷൻ പാത്വേ കൂടെ ഒന്നെങ്കിൽ സ്പോൺസർഷിപ്പ് പാത്വേയിലോ അല്ലെങ്കിൽ PR പാത്വേയിലോ ഒക്കെ പോയി ഓസ്ട്രേലിയയിൽ പോയി ഫാർമസിസ്റ്റായിട്ട് ഇൻറ്റേൺഷിപ്പ് ചെയ്യാം. ന്യൂസിലൻഡിൻ്റെ കേസ് വരുമ്പം അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സോ ഇനിഷ്യലി നമുക്ക് നേരത്തെ 1 ഇയർ എക്സ്പീരിയൻസ് വേണമായിരുന്നു ന്യൂസിലൻഡ് രജിസ്ട്രേഷന് വേണ്ടി. ഇപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. ദെൻ നെക്സ്റ്റ് പിന്നെ നമുക്ക് ഇംഗ്ലീഷ് ടെസ്റ്റിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് IELTS അല്ലെങ്കിൽ OET മാത്രമേ ഉള്ളൂ ന്യൂസിലൻഡിനെ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. പിന്നെ ന്യൂസിലൻഡ് ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞൊരു ന്യൂസിലൻഡിൽ ഒരു ലെജിസ്ലേഷൻ കോഴ്സ് ചെയ്യണം, ന്യൂസിലൻഡ് ഫാർമസി ലെജിസ്ലേഷൻ കോഴ്സ്. ആ കോഴ്സിന് അറൗണ്ട് $2,400 ന്യൂസിലൻഡ് ഡോളർ എക്സ്പെൻസ് വരുന്നതാണ്. ഒരു 3 months കോഴ്സാണ്. ആ കോഴ്സ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആണ്. പിന്നെ ആ കോഴ്സിന് നമുക്ക് വൺസ് എ ഇയർ മാത്രമേ ആ കോഴ്സ് ഉള്ളൂ. സോ അതിൻ്റെ നമ്പർ ഓഫ് സീറ്റ്സ് എത്രയാണ്, അതിന് എത്ര പേരെ ഒക്കുപ്പൈ ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. ദെൻ നെക്സ്റ്റ് അതും ഒരു എന്താ പറയുക, നമുക്ക് വൺസ് മൈഗ്രേറ്റ് ചെയ്യും. ഓസ്ട്രേലിയയിലാണെങ്കിൽ നമുക്ക് എന്താ പറയുക, ഓസ്ട്രേലിയൻ ഇൻറ്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ PSA അല്ലെങ്കിൽ ഗിൽഡിലേക്ക് പോയിട്ട് നമുക്കൊരു ഇന്ത്യൻ ട്രെയിനിങ് പ്രോഗ്രാം എടുത്താൽ മതിയാവും. സോ ഇവിടെ നമ്മൾ ഇനിഷ്യലി എന്ത് ചെയ്യണം, ഈ ന്യൂസിലൻഡ് ഫാർമസി ലെജിസ്ലേറ്റീവ് കോഴ്സ് ചെയ്താൽ മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കവിടെ ഇൻറ്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അത് വൺസ് എ ഇയർ എന്നുള്ളത് തന്നെ എന്താ പറയുക, നമുക്കിപ്പോൾ ക്യാപ്സ് എക്സാം ആണെങ്കിൽ 3 times ക്യാപ്സ് എക്സാം ഉണ്ട്. ബട്ട് ഈ കോഴ്സ് ഇപ്പോൾ നെറ്റിൽ കാണിക്കുന്നത് വൺസ് എ ഇയർ ആയിട്ടാണ്. അപ്പോൾ വൺസ് എ ഇയർ ആണെങ്കിൽ 3 എക്സാം കഴിഞ്ഞ ഒരു ഈ ജൂലൈയിലുള്ള ഈ ഇതിലേക്ക് നോക്കി ഇരിക്കേണ്ടി വരും. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് അവിടുത്തെ ഒരു ഫാർമസിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഫാർമസിസ്റ്റിൻ്റെയൊക്കെ നമ്പറാണ്. സോ നമ്മളിപ്പം ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണെങ്കിൽ അറൗണ്ട് അവിടെ 5,900 5,900 കമ്മ്യൂണിറ്റി ഫാർമസീസാണ് ഉള്ളത്. സോ ഓരോ ഓസ്ട്രേലിയനും 18 തവണ ഒരു വർഷം ഫാർമസിയിൽ പോകുന്നുണ്ടെന്നാണ് അവരുടെ കണക്ക്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണെങ്കിൽ ഇൻഡിവിജ്വൽ പേഷ്യൻസ് 59.9 മില്യൺ ഇൻഡിവിജ്വൽ പേഷ്യൻസ് ആനുവലി ഒരു ഫാർമസി വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിൽ അടുത്തടുത്ത് ഫാർമസീസ് ഒന്നുമില്ല. പിന്നെ നമ്മൾ മെട്രോ സിറ്റീസിൽ ഏകദേശം 97% പീപ്പിളിന് മാത്രമേ ഉള്ളൂ 2.5 kilometers ഡിസ്റ്റൻസിനുള്ളിൽ ആക്സസിബിൾ ആയിട്ട് ഫാർമസീസ് ഉള്ളൂ. അത് മെട്രോ സിറ്റീസിൽ മാത്രമാണ്. ഈവൻ നമ്മൾ കുറച്ച് റീജിയണൽ ഏരിയയിലേക്ക് കുറച്ച് മൂവ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 2.5 kilometer ഫാർമസിയിൽ ആക്സസ് ചെയ്യാൻ, അതായത് ഡിസ്റ്റൻസിൽ ഫാർമസി ഉള്ളത് 66% ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും കൂടുതൽ ഫാർമസീസ് ഓസ്ട്രേലിയയിൽ വരാൻ ചാൻസസ് ഉണ്ടെന്നാണ്. അങ്ങനെ കൂടുതൽ ഫാർമസീസ് വന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുകയുള്ളൂ. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ കഴിഞ്ഞ വർഷത്തെ മാർച്ച് 2024 ആപ്രയുടെ കണക്കനുസരിച്ച് അറൗണ്ട് 34,946 എന്താണ് ഓസ്ട്രേലിയൻ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആണ് ഉള്ളത്. സോ അത് നമ്മളൊരു ഏജ് ഗ്രൂപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ അതിൽ എന്താ പറയുക 35 years താഴെയുള്ളത് അറൗണ്ട് 40% ആൾക്കാർ മാത്രമാണ്. ബാക്കി എല്ലാവരും 35 മുകളിലേക്കുള്ള ആളുകളാണ്. 46% ആളുകൾ 35 year കൂടുതലുള്ളവരാണ്. പിന്നെ അതിലും 14% ആളുകൾ വരുന്നത് എന്താ പറയുക 55 year കൂടുതലുള്ളവരാണ്. സോ ഇവരെല്ലാം തന്നെ എന്താണ് റീപ്ലേസ്ഡ് ആയി ന്യൂവർ ഫാർമസിസ്റ്റുകൾ കൂടുതലായിട്ടുള്ള ആൾക്കാരെ അവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ നമ്മളൊരു കോളേജസിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ അറൗണ്ട് 20 അല്ലെങ്കിൽ 25 colleges ഒക്കെ മാത്രമേ ഉള്ളൂ എന്താ പറയുക ആനുവലിയിൽ മാക്സിമം ഒരു 4,000 അല്ലെങ്കിൽ 5,000 കൂടുതൽ ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ 3,000 to 4,000 ഫാർമസിസ്റ്റൊക്കെ മാത്രമേ അവിടെ പഠിച്ചിറങ്ങുന്നുള്ളൂ. ഇത്രയും ലോങ്ങർ കോഴ്സ് എടുക്കാനോ ഇത്ര ഇതായിട്ടുള്ള കോഴ്സസ് എടുക്കാനോ ഒന്നും അവിടെയുള്ള ആളുകൾ അത്ര ഇൻട്രസ്റ്റഡ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഓസ്ട്രേലിയയിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ 5,900 ഫാർമസീസ് ഉണ്ടെന്ന് വെച്ചു, അവിടെ ഒരു 1 ഇന്ത്യനെ വെച്ച് എടുത്താൽ പോലും നമുക്ക് ഇയർലി 5,900 വേക്കൻസീസ് അവിടെ അവൈലബിൾ ആകും. പിന്നെ ഇപ്പം അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ന്യൂസിലൻഡിലുള്ളത് 900 ഫാർമസീസാണ്. ഈ 900 ഫാർമസീസിൽ 1 ഇന്ത്യനെ വെച്ച് എടുത്താൽ പോലും 900 ഇന്ത്യൻസിനെ അവിടെ ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. എല്ലാ വർഷവും ഇതുപോലെ 900 ഇന്ത്യൻസിനൊന്നും എടുക്കില്ല. മാക്സിമം അത് എത്രയും എക്സ്പാൻഷൻസ് നടക്കാത്തൊരു കൺട്രി ആയ അത്രയും കാലം ഈക്വലായിട്ട് ഇപ്പോൾ
എന്താണ് ഒരു വർഷം മാക്സിമം അവിടെ 10 അല്ലെങ്കിൽ 20 ഒരു 100 കൂടുതൽ ഫാർമസീസ് വരുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ മാക്സിമം 1000 ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ ഫാർമസിസ്റ്റിനുള്ള ഓപ്പർച്യൂണിറ്റി മാത്രമേ ഉള്ളൂ എവിടെ ന്യൂസിലൻഡിലുള്ളൂ. ന്യൂസിലൻഡിൽ 5 to 6 or 6 or 7 യൂണിവേഴ്സിറ്റീസ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫാർമസി കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടുന്ന് തന്നെ ഒരു 600 to 800 സ്റ്റുഡൻസ് ഓർ 700 സ്റ്റുഡൻസ് പഠിച്ചിറങ്ങുന്നുണ്ട്. പിന്നെ മിച്ചം വരുന്ന വേക്കൻസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 or 300 മാത്രമാണ്. അപ്പോൾ ഈ 200 or 300 ഈ ഗ്ലോബലി ഉള്ള എല്ലാവരും കോമ്പീറ്റ് ചെയ്യുന്ന 200 അല്ലെങ്കിൽ 300 ഫാർമസി സീറ്റിന് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ടാണ്. അതും ഓൾറെഡി ഉള്ളവരൊക്കെ അവിടെ ചെന്നവർ, സ്റ്റുഡൻറ്റ് വിസയ്ക്ക് ചെന്ന കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ സ്പോർട്സ് വിസ ചെന്നവരുണ്ടാവും. ഇവരൊക്കെ എന്ത് ചെയ്യും, ഇതിനുള്ള കോമ്പറ്റീഷൻ കൂടുതലാണ്. അപ്പം നമ്മളൊരു മൈഗ്രേഷൻ പാത്വേയിൽ കൂടെ ഓസ്ട്രേലിയയിലെ ന്യൂസിലൻഡിലേക്ക് പോയി അവിടെ ഒരു ഫാർമസിസ്റ്റ് ആകുക എന്ന് പറയുക അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. ഇപ്പോൾ റീസെൻ്റായിട്ട് വരുന്ന കോഴ്സിലാണെങ്കിലും ഒരുപാട് റീൽസിലാണെങ്കിലും പല ഇൻസ്റ്റിറ്റ്യൂഷൻസോ പല ആളുകൾ വരുന്ന റീലുകളിലൊക്കെ ആണെങ്കിലും ഓസ്ട്രേലിയയേക്കാൾ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ന്യൂസിലൻഡിലാണ്. ന്യൂസിലൻഡിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി. നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ന്യൂസിലൻഡിലേക്ക് പോകാം, ഓപ്പർ എഴുതിയാൽ മതി, അത് കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടെ രജിസ്റ്റർ ചെയ്താൽ മതി എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. കാരണം വെച്ചാൽ ഓസ്ട്രേലിയയിൽ കിട്ടിയില്ല എങ്കിൽ ന്യൂസിലൻഡിലേക്ക് പോകാം എന്നുള്ളൊരു അതിന് മാത്രം ഓപ്പർച്യൂണിറ്റീസ് ഒന്നുമില്ല. സോ ഈ മൈഗ്രേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലെ തന്നെ ഒരു മൈൽ സ്റ്റോൺ ആണ്. കാരണം നമ്മൾ പുതിയൊരു നാട്ടിലേക്ക് പോവുകയാണ്, അവിടെ സെറ്റിൽ ചെയ്യുകയാണ്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് എന്ത് വേണം, ഇനിഷ്യലി മുതൽ നമ്മളുണ്ടായ കാലം മുതൽ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-30 വർഷത്തോളം അല്ലെങ്കിൽ 25 വർഷത്തോളം ഒരു രാജ്യത്ത് ജീവിച്ചിട്ട് മറ്റൊരു കൺട്രിയിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. അപ്പം പിന്നീട് ഒരു മൈഗ്രേഷൻ ഫീസിബിൾ അല്ല. അപ്പം നമ്മളൊരു മൈഗ്രേഷൻ ചൂസ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് പാത്വേ ആയിരിക്കണം. നമ്മൾ അവിടെ ചെന്നാൽ നമുക്ക് സെറ്റിലാകണം, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകണം. അപ്പോൾ നമ്മുടെ എന്താ പറയുക, നമ്മൾ അവിടെ ചെന്നിട്ടൊരു ജോലി ഇല്ലാതെയോ അല്ലെങ്കിൽ നമ്മൾ ഫൈനാൻഷ്യലി ഒരു സ്റ്റേബിൾ അല്ലാതെയോ നമ്മൾ ഇതാകരുത്. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും നമ്മളൊരു മൈഗ്രേഷൻ ചൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ ഓസ്ട്രേലിയയും ന്യൂസിലൻഡും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ തന്നെ പഠിച്ചു, ആരും ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്കോ ന്യൂസിലൻഡിലേക്കോ മൂവ് ചെയ്യുന്നില്ല. ഇപ്പോൾ ന്യൂസിലൻഡിൽ നിന്ന് കണ്ടു, ന്യൂസിലൻഡിന് വേണ്ടി പഠിച്ചു, അവിടെ ചെന്നു, അവിടെ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെയും നിങ്ങൾ തിരിഞ്ഞു വരുന്നത് ഇങ്ങോട്ടേക്ക് തന്നെയാണ്, ഈ ഓസ്ട്രേലിയൻ മൈഗ്രേഷനാണ്. കാരണം ഈ ഓപ്പറ എക്സാം എഴുതി കഴിഞ്ഞാൽ 2 ഓപ്ഷനേ ഉള്ളൂ, ഒന്നെങ്കിൽ ഓസ്ട്രേലിയ അല്ലെങ്കിൽ ന്യൂസിലൻഡ്. അപ്പോൾ ഫസ്റ്റ് കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ള ഓസ്ട്രേലിയ തന്നെ നോക്കുന്നതല്ലേ അതിന് കൂടുതൽ ബെറ്റർ. അല്ലാതെ ന്യൂസിലൻഡിലേക്ക് പോയിട്ട് പിന്നെ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ന്യൂസിലൻഡിലേക്ക് ചെന്നതിന് ശേഷമായിരിക്കും ചിലപ്പോൾ 3-4 അല്ലെങ്കിൽ 4-5 ഇയേഴ്സിന് ശേഷം ചിലപ്പോൾ ഓസ്ട്രേലിയൻ സാച്ചുറേറ്റഡ് ആകും. സോ ഈ ഒരു കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഇത്രയൊരു ഓപ്പർച്യൂണിറ്റീസ് ഒന്നും വർഷങ്ങളോളോ അല്ലെങ്കിൽ 10-20 വർഷത്തോളോ ഒന്നും കാണില്ല. അപ്പം കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് എവിടെയാണോ ഉള്ളത് അല്ലെങ്കിൽ നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്യുന്ന കൺട്രി എങ്ങനെയാണ്, ഇതെല്ലാം കറക്റ്റായിട്ട് നോക്കി കൃത്യമായിട്ട് പഠിച്ച് അതിനെക്കുറിച്ച് ഒരു ഡിസിഷൻ എടുക്കുക.